ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ ശനിയാഴ്ച ത്രിപുഷ്കര യോഗത്തിൽ നമ്മൾ ചൊല്ലേണ്ട ആ ഒരു സമയം വരുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ശുഭകരമായ പ്രവർത്തികളും 3 പ്രാവശ്യം ആവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു തിഥി അല്ലെങ്കിൽ ഒരു സമയമാണ് ഈ ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക ദിവസം, അതുപോലെ നക്ഷത്രം, തിഥി എന്നിവയുടെ അപൂർവമായ സംയോജനം നൽകുന്ന ഒരു അവസരം കൂടിയാണിത്. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ പണ ആവശ്യങ്ങൾ നിറവേറുവാൻ വേണ്ടിയും നമ്മുടെ ജീവിതത്തിലെ പണതടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയും പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരികെ എടുക്കുവാൻ വേണ്ടിയും ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ 4 കാര്യങ്ങൾ ചോദിച്ചിരുന്നു. 1, ഭസ്മം അണിയുന്നത് എന്തിനു വേണ്ടി, എങ്ങനെ അണിയണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ വേണോ, അതോ നമുക്ക് കുംഭമാസത്തിലെ മകത്തെക്കുറിച്ചുള്ള വീഡിയോ വേണോ, മുരുക ഭഗവാന്റെ കഥകളെക്കുറിച്ച് വേണോ, ശിവഭഗവാന്റെ കഥകളെക്കുറിച്ച് വേണോ എന്നെല്ലാം ഒരുപാട് പേർ അവരുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നാളത്തെ വീഡിയോയിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ചിടാം. ഇന്ന് കുറച്ച് സമയം വൈകിപ്പോയി, അത് കാരണമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതായത് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ സ്വർണം വിൽക്കുന്ന വിലയ്ക്ക് നമുക്കൊരു തരി പൊന്ന് വാങ്ങിക്കുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു 4 പവനോ അല്ലെങ്കിൽ 1 പവനോ അല്ലെങ്കിൽ 10 പവനോ 15 പവനോ എത്ര ഉണ്ടെങ്കിലും അത് പണയത്തിലാണ്, പലിശ പോലും അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ അത് തിരിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ പണയപ്പെടുത്തിയ സ്വർണം തിരിച്ചെടുക്കുവാനും നമ്മുടെ ജീവിതത്തിലെ പണതടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ഇനി അഥവാ ചിലർക്കെങ്കിലും സാധിക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിയട്ടെ, പക്ഷെ സാധിക്കുന്നവർ സ്വർണമോ വെള്ളിയോ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു നമുക്ക് വാങ്ങിക്കണമെന്നുണ്ട് അതിന് സൈൻ ചെയ്യണമെന്നുള്ളവർ, അല്ലെങ്കിൽ ഒരു വാഹനത്തിന് ടോക്കൺ അഡ്വാൻസ് കൊടുക്കണമെന്നുള്ളവർ, ഇനി അഥവാ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഉപകരണങ്ങൾ വാങ്ങിക്കണമെന്നുള്ളവർ, ഇനി അതുമാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡിലുള്ളവർ തുടങ്ങിയവർക്കെല്ലാം ഇനി പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ, പുതിയ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട്, ഇനി അതല്ല നമ്മൾ ദാനങ്ങളോ ധർമ്മങ്ങളോ ചെയ്യുവാൻ വേണ്ടി എന്നിവയ്ക്കെല്ലാം ഏറ്റവും നല്ല ഒരു സമയമായിട്ട് പറയുന്നതാണ് ഈ ത്രിപുഷ്കര യോഗ സമയം എന്ന് പറയുന്നത്. നാളെയാണ് നമുക്ക്, അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതി അവസാന ദിവസം ശനിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മഹാലക്ഷ്മി ദേവിക്കും അതുപോലെ തന്നെ എമ്പെരുമാൻ വെങ്കടാചലപതിക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിനമാണ് എന്നുള്ളത്. പുനർവസു, ശുക്ല ദ്വാദശി, ശനിയാഴ്ച എന്നിവ ചേർന്നു വരുന്ന ഈ ദിവസത്തിൽ രാവിലെ 6:53 തുടങ്ങുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് 9:34 അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഒന്നും വാങ്ങിക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പ്ലാനും ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ പണപ്രശ്നങ്ങൾ മാറിക്കിട്ടിയാൽ മതി, എൻ്റെ കടങ്ങൾ മാറിക്കിട്ടിയാൽ മതി, നമ്മൾ പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കുവാൻ സാധിച്ചാൽ മതി എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വന്നാൽ മതി, എൻ്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഇതോടുകൂടി അവസാനിച്ചാൽ മതി, ഈ മാർച്ച് മാസം തുടങ്ങുമ്പോൾ എനിക്ക് സന്തോഷപരമായ ഒരു ദിവസം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സമയം, ഞാനിവിടെ പറഞ്ഞ ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു 21 പ്രാവശ്യം ഞാനിവിടെ ചൊല്ലുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് പരിപൂർണമായ മനസ്സോടുകൂടി, ശുദ്ധമായ മനസ്സോടുകൂടി പൂജാമുറിയിൽ ഇരുന്ന് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടോ, ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി അവിടെ ഇരുന്ന് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടോ, ഇനി അഥവാ ഇതൊന്നും സാധിക്കില്ല, ജോലി സമയമാണ്, ശനിയാഴ്ചയാണ്, ജോലി തിരക്കാണ്, ഞങ്ങൾ വേറെ എങ്ങനെ ജപിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ മനസ്സ് ശുദ്ധിയോടുകൂടി, പീരിയഡ്സ് പുലവാലായ്മ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യത്തെ വിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. നമുക്കതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മനഃശുദ്ധിയോടുകൂടി ഈ നമ്മുടെ ഭഗവാനോടും പ്രപഞ്ചത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് 21 അല്ലെങ്കിൽ 51 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം സ്വർണ്ണ ഗണപതിയേ നമ, ഓം സ്വർണ്ണ ഗണപതിയേ നമ, ഓം സ്വർണ്ണ ഗണപതിയേ നമ. നാളെ എന്നല്ല, നമുക്ക് സ്വർണ്ണങ്ങൾ എപ്പോൾ വാങ്ങിക്കുവാൻ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വാങ്ങിക്കുവാൻ സാധിക്കുന്നുവോ അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വെള്ളിയോ സ്വർണമോ ഡയമണ്ടോ എന്തും എടുക്കുന്ന സമയത്ത് മനസ്സിലെങ്കിലും ഓം സ്വർണ്ണ ഗണപതിയെ നമ, ഓം സ്വർണ്ണ ഗണപതിയെ നമ, ഓം സ്വർണ്ണ ഗണപതിയെ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ
പെട്ടെന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വന്നു ചേരുവാനും പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കുവാനും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ആ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്താതിരിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ 9:34 ഈ ഒരു മന്ത്രം ജപിക്കുക. ഇനി നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ കയറിയാണ് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ വിനായക ഭഗവാന്റെ പടത്തിന് മുൻപിലും മഹാലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിലും നെയ്ദീപം തെളിയിച്ചുകൊണ്ട് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരമെല്ലാം ചെയ്ത് കൽക്കണ്ടമോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ നൈവേദ്യമായിട്ട് സമർപ്പിച്ച് താഴെ ഒരു തുണിയോ മനപ്പലകയോ വിരിച്ചിരുന്ന് അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചിരുന്ന് ഓം സ്വർണ്ണ ഗണപതിയേ നമഃ, ഓം സ്വർണ്ണ ഗണപതിയേ നമഃ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാം. ഞാനിവിടെ ചുരുങ്ങിയത് പറഞ്ഞിട്ടുള്ളൂ 27, 21, 51 എന്നെല്ലാം. നിങ്ങൾക്ക് 108 പ്രാവശ്യം ജപിക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം മനസ്സ് ശാന്തമായി കൊണ്ട് നമുക്കിത് ജപിക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും എന്നല്ലാതെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇനി വരില്ല എന്ന് ഉറപ്പോടുകൂടി നമുക്കിത് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരൊറ്റ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട്, അതായത് ഏതെങ്കിലും ഒരു ശുഭകരമായ കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും ആ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഓം ഗം ഗണപതിയേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ്. അതായത് തടസ്സങ്ങളെ മറികടക്കുവാൻ നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു ഭഗവാനാണ് വിനായക ഭഗവാൻ. വിഘ്നേശ്വരൻ എന്ന് പറയുമ്പോൾ തന്നെ വിഘ്നങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള വിനായക ഭഗവാന്റെ ഓം സ്വർണ്ണ ഗണപതിയേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ചേരുവാനും അതുപോലെ ഓം ഗം ഗണപതിയേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ തടസ്സങ്ങൾ ഇല്ലാതാകുവാനും പുതിയ പുതിയ അവസരങ്ങൾ നമ്മളെ തേടി വരുവാനും സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് വേണമെങ്കിലും ചൊല്ലാവുന്നതാണ്. ഇനി നാളെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു. പക്ഷെ നമ്മൾ ചെയ്യരുതാത്തതായിട്ടുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതും കൂടി ഞാൻ ഇവിടെ പറയാം. നമ്മൾ ത്രിപുഷ്കര യോഗ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില പ്രവർത്തികൾ, അതിലേറ്റവും പ്രധാനമായും നമ്മൾ ഈ ഒരു സമയത്ത് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൈകളിൽ നിന്നോ പണം കടമായിട്ട് വാങ്ങിക്കരുത്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ മറ്റുള്ളവരുമായിട്ട് വഴക്കിടുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് പണം കടമായി വാങ്ങിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പണം കടമായി തിരികെ കൊടുക്കുവാനും പാടില്ല. പക്ഷേ നമ്മൾ പലിശകൾ കൊടുക്കാം. നമ്മൾ ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൈകളിൽ നിന്നോ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയമാണ്. പക്ഷേ നമ്മൾ പണം കടമായി കൊടുക്കരുത്, പണം കടമായി വാങ്ങിക്കരുത്, അശുഭകരമായ വാർത്തകൾ സംസാരിക്കരുത്. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ദാനധർമ്മം എന്ന് ഞാനിവിടെ പറഞ്ഞു. ഈ ദാനധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യപ്രവർത്തികളിൽ ഒന്നാണ്. അത് നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാം. പ്രത്യേകിച്ചും അന്നദാനം കൊടുക്കാം. എപ്പോഴും നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അന്നം ദാനമായി കൊടുക്കുന്നത് മുഖാന്തരം നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ ഇല്ലാതായി തീരും, നമ്മുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതായി തീരും. എന്താണ് ഈ കർമ്മഫലം എന്ന് പറയുന്നത്? നമ്മൾ നന്മകൾ ചെയ്യുകയാണെങ്കിൽ നന്മകൾ വന്ന് ഭവിക്കുകയും തിന്മകളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തിന്മകൾ വന്ന് ഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ കർമ്മഫലം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ തന്നെ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിത മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട വഴിപാടുകൾ എന്താണ്, പ്രാർത്ഥിക്കേണ്ടത് ആരെയാണെന്നെല്ലാം ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഞാനത് ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മളിലേക്ക് തന്നെ തിരികെ എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത പാപങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒരു ദാനമാണ് അന്നദാനം എന്ന് പറയുന്നത്, മഹത്തായ ദാനം. അപ്പോൾ ഈ ഒരു ദാനം ഞാൻ ഒരുപാട് പേർക്കൊന്നും കൊടുക്കാൻ പറയുന്നില്ല. ഒരു 2-3 പേർക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു തൈര് സാദമോ അതുമല്ലെങ്കിൽ ഇഡലിയോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലുള്ള ശുഭകരമായ സമയത്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ മൈത്രേയ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് പണം കടം വാങ്ങിയവർക്ക് തിരികെ കൊടുക്കുവാനുള്ള പൈസ എടുത്തു വയ്ക്കാനായിട്ട് പറയുന്നത്, അതുപോലെയുള്ള ഒരു യോഗ സമയമാണ് ഇത്.
അപ്പോൾ നിങ്ങൾ മറക്കാതെ നാളെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ 2 മന്ത്രങ്ങളും ജപിക്കാം. ഇനി നിങ്ങൾക്ക് കനകധാരാ സ്തോത്രം ജപിക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, അതുപോലെ തന്നെ നമ്മുടെ പെരുമാളിൻ്റെ മന്ത്രങ്ങൾ ജപിക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് താല്പര്യമുള്ള മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ചൊല്ലേണ്ട മന്ത്രങ്ങളെല്ലാം തന്നെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ നാളെ മറക്കാതെ ചൊല്ലുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.